നമസ്കാരം. മലയാള സാഹിത്യാനുശീലനം BA മലയാളത്തിൻ്റെ കോമൺ കോഴ്സാണ്. BA കോമൺ കോഴ്സാണ് മലയാള സാഹിത്യാനുശീലനം. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു മോഡൽ കിട്ടാൻ വേണ്ടി, സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ആവില്ല, പക്ഷേ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫോട്ടോ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് വളരെ ക്ലിയർ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. ഏട്ടനെ പറ്റി താത്രിക്കറിയാഞ്ഞിട്ടാണ് ആരെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാടകത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ഉമ തൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചെടുത്തതെന്ത്, വില്ലുവണ്ടിയിലെ ക്വസ്റ്റ്യനാണ്. നമ്മുടെയും കാര്യം ആർക്കറിയാം, എന്തുദ്ദേശിച്ചാണ് മനക്കിലെ അന്തർജനം ഇങ്ങനെ പറയുന്നത്, പൂവമ്പഴത്തിലെ ക്വസ്റ്റ്യനാണ്. ചിന്താവിഷ്ടയായ സീതയിലെ പ്രമേയം എന്ത്, പാവമീ നാട്ടിൻ വർണ്ണക്കിണ്ണമായിരുന്നവൻ ആരെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ അദ്വൈവ പശ്യാമി രാമഭഗ്നീമഹം ആരുടെ വാക്കുകളാണ്, എന്താണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അല്ലിയാമ്പൽ കടവിൽ നരയ്ക്ക് വെള്ളം, ഈ ഗാനത്തിൻ്റെ അണിയറ ശില്പികൾ, നമ്മുടെ സിനിമാ ഗാനത്തിൽ നിന്നും ചലച്ചിത്ര ഗാനത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. മണ്ണിൽ കിളക്കുന്നത് കാണുമ്പോൾ അഹമ്മദിന് എന്താണ് അനുഭവപ്പെട്ടത്, നോവലിലെ ക്വസ്റ്റ്യനാണ്. ഓരോരോ കാലത്തിലും എന്ന നാടകത്തിൽ സൂചിപ്പിക്കുന്ന വിദേശിയായ ചിത്രകാരനാര് എന്നതാണ്. വീണ്ടും നാടകത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ കേട്ടെഴുത്ത് അഥവാ ആത്മകഥ എന്താണെന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ്, ജനറൽ ക്വസ്റ്റ്യനാണത്. പിന്നെ രണ്ടാമത്തേത് പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ ഇതിൽ നൻപകൽ നേരത്ത് മയക്കമെന്ന ചിത്രത്തിൽ അച്ഛൻ കഥാപാത്രത്തെ നിരൂപണം നടത്താനും സമുദ്രലംഘനം നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഹനുമാൻ്റെ രൂപം വിവരിക്കാനും ഒക്കെയാണ്. അതുപോലെ ആധുനിക കാലത്തിലെ പെൺകുട്ടിയാണ് താത്രി, വീണ്ടും മൂന്നാമതും നാടകത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ ഇവനെക്കൂടി എന്ന കവിതയിലെ ആശയം, കവിതയിൽ നിന്നൊരു ചോദ്യം. പിന്നെ ആശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലെ സീതയെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന ചിന്താവിഷ്ടയായ സീതയിലൊരു ചോദ്യമാണ്. പിന്നെ സെക്ഷൻ C എസ്സേ ആണ്. എസ്സേന്ന് 2 ചോദ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒന്ന് പൂവമ്പഴത്തിൽ നിന്നാണ്. പൂവമ്പഴം എന്ന കഥയിലൂടെ കരൂർ മുന്നോട്ട് വെക്കുന്ന മാനസിക ഭാവങ്ങൾ എന്തൊക്കെ. പിന്നെ എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാഠവും സുന്ദരകാന്ഡത്തെ ആധാരമാക്കി വിവരിക്കുക എന്ന ചിന്താവിഷ്ടയായ സീതയെ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.